വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ കോണ്ടന്റ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. നമ്മൾ തമ്പനയിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്ക് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഗ്ലൂട്ടോഥയോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഒരു ആന്റി ഓക്സിഡന്റും ആണ്. എല്ലാവർക്കും ഈ ഗ്ലൂട്ടോഥയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ ശരീരത്തിലൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗ്ലൂട്ടോഥയോൺ എന്ത് ചെയ്യേണ്ടി വരും? സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ ചില ആളുകൾ എടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് നോക്കാറില്ല. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ ഈ ഒരു ഗ്ലൂട്ടോഥയോൺ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏജിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് മാറ്റാൻ വേണ്ടി, പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, സപ്പിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂട്ടോഥയോൺ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗ്ലൂട്ടോഥയോൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പല ഫോമാറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോമാറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വിസിബിൾ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓൾ ഓവർ ദ വേൾഡിൽ ഗ്ലൂട്ടോഥയോൺ വന്നിട്ട് പല ഫോമിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അത് വന്നിട്ട് ഫേസ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സെറം ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ടാബ്ലറ്റ്സ് ആയിട്ട് സപ്ലിമെൻറ്റ്സ് പോലെ ടാബ്ലറ്റ്സ് എടുക്കുന്നവരുണ്ട്, ഗമ്മീസ് എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ IV ഇഞ്ചക്ഷൻ ത്രൂ എടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ ഒരു സെലിബ്രിറ്റീസ് അങ്ങനത്തെ ആളുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും IVs ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അവർ ഇഞ്ചക്ഷനായിട്ട് ഗ്ലൂട്ടോഥയോൺ എടുക്കുമായിരിക്കും. അപ്പോൾ അവരുടെ ശരീരത്തിൽ മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ യങ്ങായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയൊക്കെ ആണെങ്കിലും ഗ്ലൂട്ടോഥയോൺ കൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ള ഡൗട്ട് ഇപ്പോഴും എല്ലാ ആളുകളിലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചേഞ്ചസ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാജോൾ, അതുപോലെ പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ, എന്തിന് നമ്മുടെ അനുശ്രീ ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ ഗ്ലൂട്ടോഥയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഇവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. കാരണം അവർ നിൽക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ ശരിക്കും അത് ആവശ്യമാണ് അവരുടെ. ഇപ്പോൾ സ്കിന്ന് വെളുക്കുക എന്നുള്ളത് മാത്രമല്ല, സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ വെളുക്കുക എന്നുള്ളതല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന, സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട് ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഡള്ളായിട്ടാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും അത് അത്ര ചള്ളായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ ഫേസിൽ ആ ഒരു ഇതൊന്നും കാണാനുണ്ടാവില്ല മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ആ ഒരു യുവത്വം നിലനിർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ച് ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഇവരൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് കുറച്ച് വെളുത്തിരുന്നുകൊണ്ട് വലിയ ഒരു കാര്യവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. കുറച്ച് വെളുത്തിരുന്ന എന്താ പറയുക, പെട്ടെന്ന് സൂര്യൻ അടിക്കുമ്പോൾ ചുവന്ന് വരും, വേറെ വലിയ ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിൽ ഇപ്പോൾ എന്ത് ചെറിയൊരു പൗഡർ ഇട്ടാൽ പോലും നല്ല രീതിക്ക് അതിൻ്റെ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് കാണാനുണ്ടാവും. അപ്പോൾ അതാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ആക്ട്രസ് മാത്രമല്ല ആക്ടേഴ്സും ഇത് ഫോളോ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം അവർ മാത്രമല്ല ചെയ്യുന്നത്. എല്ലാവരും തന്നെ ഈ ഒരു ഗ്ലൂട്ടോഥയോൺ IVs ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ ക്രീമുകളിലൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഗ്ലൂട്ടോഥയോൺ എന്ന് പറഞ്ഞ കണ്ടന്റ്. അപ്പോൾ അത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ IVയുടെ ഒന്നും ആവശ്യകത നമുക്കില്ല. നമുക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ട് വന്നാലും ഇപ്പം ഈ ഒരു വീക്ക് നമുക്ക് ഡാർക്ക് സ്പോട്ട്, അടുത്ത വീക്കിലേക്ക് ഡാർക്ക് സ്പോട്ട് മാറണം, അത്രയ്ക്ക് വലിയ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. ഇപ്പോൾ ഒരു 1 മന്ത് എടുത്താലും 2 മന്ത് എടുത്താലും നമുക്കിത് മാറിയാൽ മതി എന്നേ ഉള്ളൂ. അല്ലാണ്ട് പെട്ടെന്നൊരു ഇതിൽ മാറണം എന്നുള്ള ഒരു ആവശ്യകത നമുക്ക് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ ഈ പോയിട്ട് IVs ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അത്രയും എമൗണ്ടും എഫോർഡ് ചെയ്യാനില്ല. IVs ആണ് ഏറ്റവും കോസ്റ്റ്ലി കേട്ടോ. അപ്പം നമുക്കൊരു 1 സിറ്റിങ്ങിൽ വന്നിട്ട് ഒരു 10,000 rupees ഒക്കെ അടുപ്പിച്ച് വരും എമൗണ്ട് പറയുന്നത്. ബേസ്ഡ് ഓൺ ആ ഒരു സ്കിൻ ക്ലിനിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കുറച്ച് നല്ല ആഷ്പൂഷ് ആയിട്ടുള്ള ഒരു സ്കിൻ ക്ലിനിക്ക് ആണെങ്കിൽ ഒരു 10,000, 20,000, 25,000 രൂപയൊക്കെ വരുമായിരിക്കും. ഒരു നോർമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6,000, 10,000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഗ്ലൂട്ടോഥയോൺ IVs ഒക്കെ ലഭിക്കും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര നമ്മുടെ മുഖത്ത് നമ്മുടെ പുറമേ ഇപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്തു, പക്ഷേ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇപ്പോൾ ഒരു മാരേജ് ആണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്നത്? ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 3 days 4 days ആ ഒരു മുന്നേ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലോ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സപ്ലിമെൻറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂട്ടോഥയോൺ ടാബ്ലറ്റ്സ് ആണ്. ഇത് വന്നിട്ട് വെറും ടാബ്ലറ്റ്സ് അല്ല കേട്ടോ. ഇത് വന്നിട്ട്
എഫർവെസൻ ടാബ്ലറ്റ്സുകളാണ്. അതായത് നമുക്ക് ഒരു ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ആവാൻ കുറച്ച് ടൈം എടുക്കില്ലേ? പെട്ടെന്ന് ഡിസോൾവ് ആകില്ലല്ലോ, കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ. ഗമ്മീസ് ആണെങ്കിലും കുറച്ചൊരു ഇതായിരിക്കും. പക്ഷേ ഈ ഒരു എഫർവെസൻ ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 മിനിറ്റിലൊക്കെ, മാക്സിമം 3 മിനിറ്റിൽ ഇത് ഫുള്ള് നമ്മുടെ ആ ഒരു വാട്ടറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഫുള്ള് വന്നിട്ട് ഡിസോൾവ് ആകും. അത് നമുക്ക് യൂസ് ചെയ്യാനും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു എഫർവെസൻ ടാബ്ലറ്റ്സ് നോക്കിയിട്ട്. കാരണം പെട്ടെന്ന് കാര്യം കഴിയും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് വന്നിട്ട് 500 mg ഗ്ലൂട്ടോതയോൺ പ്ലസ് വൈറ്റമിൻ സി ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഗ്ലൂട്ടോതയോൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ജാപ്പനീസ് ഗ്ലൂട്ടോതയോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഗ്ലൂട്ടോതയോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ജാപ്പനീസ് ഗ്ലൂട്ടോതയോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സൈഡ് എഫക്ട്സ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കെമിക്കൽസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന സംഗതിയാണ് കേട്ടോ ഗ്ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഗ്ലോയുടെ തന്നെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്ന സംഗതിയാണ്. അവർക്കിപ്പോൾ IV ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർ മേ ബി ഇതൊക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തത് കാണാം, അവരുടെ റിവ്യൂസ് കാണാം. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഈ ഗ്ലൂട്ടോതയോണിനെ നമ്മൾ നോക്കുന്ന സമയത്ത്, സപ്ലിമെൻറ്റ് നോക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് തോന്നുന്നു സെർച്ചിൽ തന്നെ കിട്ടുന്നത് ഈ വന്നിട്ട് ഷിക് ന്യൂട്രിക്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ എമൗണ്ട് ഒക്കെ വരുന്നതാണെന്നുണ്ടെങ്കിലും 1980 രൂപയാണ് വരുന്നത്. ഇതിനകത്ത് 20 ടാബ്ലറ്റ്സും ഉണ്ട്. ഈവൻ നിങ്ങളിത് റെഗുലറായിട്ട് എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് റെഗുലറായിട്ട് എടുക്കുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഡേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മാരേജ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും മാരേജ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 15 ദിവസം മുന്നേ ഒക്കെ നിങ്ങളിതൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഗ്ലോ നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. പെട്ടെന്ന് നമുക്കൊരു വെളുക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ഗ്ലോ വരും നമ്മുടെ ഫേസിന്. അതൊരു ഭയങ്കര റിസൾട്ട്, എനിക്ക് ഭയങ്കര നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അത് എത്ര നാൾ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇപ്പോഴും അത് വിസിബിൾ ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ഗ്ലൂട്ടോതയോൺ വന്നിട്ട് പല ഫോമിൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ടാബ്ലറ്റ്സ് ആയിട്ട് കിട്ടും, ഗമ്മീസ് ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ ക്രീമുകൾ അവൈലബിൾ ആണ്, സെറം കിട്ടും, അങ്ങനെ ഒത്തിരി IV ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ IV ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഗമ്മീസ് ഒക്കെ അതായത് ഇൻടേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ക്രീം ഒരു പെർട്ടിക്കുലർ ഏരിയ ഫേസിൽ മാത്രം അല്ലെങ്കിൽ കയ്യിൽ മാത്രം, സെറം ആണെങ്കിൽ നമ്മൾ ഫേസിൽ മാത്രം അടിക്കുക. അല്ലാണ്ട് ഇച്ചിരി പോകുന്ന ഈ സെറം വാങ്ങിച്ച് ഈ ഒരു എമൗണ്ടിന് നമ്മൾ ബോഡി ഫുള്ളൊന്നും വരത്തേക്കാൻ പോണില്ലല്ലോ. ആ സമയത്ത് നമ്മൾ സപ്ലിമെൻറ്റ് പോലത്തെ ഇങ്ങനത്തെ ടാബ്ലറ്റ്സുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരേപോലെ ആയിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഫേസ് മാത്രം വെളുക്കില്ല, കൈ മാത്രം വെളുക്കില്ല. എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാൻ ആയിട്ടുള്ള കൈ. എന്നെ കാണിച്ചാലും എൻ്റെ കൈയിൻ്റെ ഒരു കളർ മാറി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കുറച്ച് ക്ലോസ് ആയിരിക്കും. എൻ്റെ ഫേസുമായിട്ട് ചെറിയൊരു കളർ ആ ഒരു അടുത്തെങ്കിലും വന്നിട്ടുണ്ട്. കളർ ഫുള്ള് വന്നെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അടുത്തെങ്കിലും വന്നിട്ടുണ്ട്. അതൊരു റിസൾട്ട് ഭയങ്കരമായിരുന്നു. കാരണം കൈക്കൊക്കെ ഒരു വ്യത്യാസം വരുന്നത്, ഞാൻ എന്നെ ചെയ്താലും എൻ്റെ കൈ എങ്ങനെ പോയാലും, ഇപ്പോൾ ഞാനൊരു ഹോം റെമഡി ചെയ്തു ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതൊരു 2 ദിവസം നിൽക്കും. പിന്നെയും ശങ്കരനകയും കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന പോലെ പണ്ടേ പോലെ തന്നെ വരും കൈ. പക്ഷേ ഇതൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു ഈ ഒരു ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതേ പറഞ്ഞാൽ ഫുൾ ബോഡിയിൽ നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റും, ഫേസിൽ മാത്രമല്ല. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു കല്യാണമാണെന്നൊക്കെ ഉള്ളൊരു സെക്ഷൻ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്, നമ്മളാണ് അവിടെ കുറച്ച് ചെത്തി നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് മാത്രം വെളുത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് ഗ്ലോ ആയിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഫുൾ കൈയും ആ ഒരു ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഇത് വെച്ച് കാണാൻ പറ്റും. അതൊരു ഭയങ്കര സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു വെളുക്കുക എന്നുള്ളതിലേക്ക് നിങ്ങൾ നോക്കരുത്. ഇപ്പോൾ വെളുക്കുക കുറച്ച് നമ്മുടെ സ്കിൻ ടോണിനെ കുറച്ചൊന്ന് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമുക്ക് ഈ വെളുപ്പ് അങ്ങനത്തെ കറുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് വരില്ല. പക്ഷെ നമുക്കൊരു ഗ്ലോ കിട്ടുക, ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പം ഏത് സ്കിൻ ടോൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂട്ടോതയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ ഇതിനെ സമീപിക്കാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കറ്റ് വരുന്നത്. ഇതിനകത്ത് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഇതിൻ്റെ അടപ്പ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് 2-3 ടാബ്ലറ്റ്സും കൂടി ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കഴിച്ചു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റിനെ നമ്മൾ 250 മില്ലി വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. അടയ്ക്കാനും തുറക്കാനും കുറച്ച് പ്രയാസമാണ്, കാരണം എയറൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സെക്യൂർ ആയിട്ടാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറയുന്നത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇതിൽ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് 250, ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, 200 ml
വാട്ടറിലേക്ക് ഈ സാധനം നമ്മളിങ്ങനെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്കിനും എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനം ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാലും ഒരു 1 to 3 minutes എടുക്കും, അങ്ങനെ പറയാം. 1 minute കുറച്ചും കൂടി ഒരു ഇതാകാനുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് അങ്ങ് കുടിക്കാം. ഇതൊന്ന് ഫുൾ ഡിസോൾവ് ആയി കഴിയുമ്പോൾ നമുക്കിത് കുടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ മീൽ, ഏതെങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്കായിക്കോട്ടെ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിക്കോട്ടെ, ലഞ്ച് കഴിച്ചിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നൈറ്റ് അത്താഴം കഴിച്ചിട്ടാണെങ്കിൽ പോലും ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഇതെടുത്ത് കഴിക്കാവുള്ളൂ. അല്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ കുറേ ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ആരൊക്കെയോ ഇങ്ങനെ വെറും വയറ്റിലൊക്കെ എടുത്ത് കുടിച്ചിട്ട്, അതായത് എംപ്റ്റി ആയിട്ടുള്ള സ്റ്റൊമക്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എരിച്ചിൽ, അതുപോലെ അസിഡിറ്റി പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴും അവർ പറയുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ. അതുപോലെ പെർ ഡേ ഒരെണ്ണം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 3-4 എണ്ണം എടുത്ത് കഴിക്കരുത്. പിന്നെ എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്, പ്രഗ്നൻറ്റ് ലേഡീസ് അതുപോലെ കുട്ടികളൊന്നും ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. അവർ കഴിക്കുകയും വേണ്ട. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമല്ലേ അവരുടെ ബോഡിയിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യം അവർക്കില്ല. സോ അവർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഇതുണ്ടോ, ഇത് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് സ്ട്രോബെറി ആൻഡ് ലെമൺ ഫ്ലേവർ ആണ് കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം കൊണ്ട് കഴിക്കാൻ പറ്റാതെ വരിക അങ്ങനത്തെ ഒന്നുമില്ല. നോർമൽ ഒരു സ്ട്രോബെറി അല്ലെങ്കിൽ ഒരു ലെമൺ പ്ലസ് ഒരു ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റാണ്. യാതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് വളരെ ആസ്വദിച്ച് തന്നെ കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫുള്ളൊന്ന് അൽത്തതിന് ശേഷം നമുക്കത് കുടിക്കാം. ഇനി പല ആൾക്കാരുടെയും കാര്യം പറഞ്ഞു. ഇത് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താണോ ബെനിഫിറ്റ് ഉണ്ടായതെന്നും കൂടെ ഞാൻ പറയണ്ടേ. ഇപ്പം എൻ്റെ സ്കിന്നിൽ വന്നിട്ട് ഡാർക്ക് സ്പോട്ട് അത്യാവശ്യം കുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് കുറച്ച് വന്നെന്ന് വെച്ചാൽ സെറം യൂസ് ചെയ്ത്, ഗ്ലൂട്ടതയോൺ സെറം ഞാൻ യൂസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു നയാസിനമൈഡിൻ്റെ ഒരു നൈറ്റ് ജെല്ലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ പാരലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതിനാണ് ചേഞ്ചസ് വരുന്നതെന്നുള്ളത്. ആ ടൈമിൽ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നാണ്, ഇപ്പോൾ ഒരു 2-3 days ഒന്നും വലിയ ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല. വളരെ സത്യമായിട്ട് പറയുകയാണെങ്കിൽ 2-3 days ഒന്നും വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് കാണില്ല. കാരണം നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് സമയം എടുക്കും. നമുക്കൊന്ന് റിസൾട്ട് വരാൻ വേണ്ടി കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 2-3 days ഒന്നും വലിയ ഒരു ബെനിഫിറ്റും വലിയതായിട്ട് കണ്ടില്ല. നമ്മൾ പക്ഷേ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക തരം ഭംഗി, നമ്മുടെ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ വന്നിരിക്കുന്ന ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളെല്ലാം വളരെ മങ്ങി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. തന്നെയുമല്ല, എൻ്റെ കൈയിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കൈ നല്ല ചേഞ്ച് വരാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചതും എൻ്റെ കൈയാണ്. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട് പെട്ടെന്ന് പോയെങ്കിലും ഞാൻ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തിൻ്റെ ഒരു ഗുണമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കൈക്ക് പെട്ടെന്ന് ചേഞ്ച് വന്നപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചു. കൈ നല്ല രീതിക്ക്, എനിക്ക് കൈ മാത്രമാണ് കുറച്ചൊരു കളറ് ഭയങ്കര പെട്ടെന്ന് ടാൻ വരുന്നതും അതുപോലെ ടാൻ വന്നാൽ പോകത്തില്ലാത്തൊരു ഏരിയ കൈയാണ്. അപ്പോൾ പെട്ടെന്ന് കൈക്കൊരു വ്യത്യാസം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും ഈ ആക്നീസും ഒക്കെ നല്ല രീതിക്ക് മാറിയിട്ടോ. ആക്നീസ് പൊതുവെ എനിക്ക് അങ്ങനെ ഇല്ല, ഇപ്പോൾ അങ്ങനെ വരാറില്ല. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ചെറിയ ചെറിയ ബമ്പ് പോലെ ഇങ്ങനെ വരുമല്ലോ ഡാർക്ക് സ്പോട്ട്, നമ്മുടെ ഡെഡ് സ്കിൻ അങ്ങനെ വരും. എനിക്ക് ഡെഡ് സ്കിൻ അല്ലല്ലോ, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇല്ലേ, ആ ഐറ്റംസ് എനിക്കിങ്ങനെ ചെറിയ ചെറിയ ആക്നി പോലെ വരും. ഞാൻ ജസ്റ്റ് അതിങ്ങനെ എടുത്ത് കളയും. അത് തന്നെ കുറഞ്ഞു. ഈ ഒരു ഏരിയ ഒക്കെ നല്ല രീതിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് കാണാൻ പറ്റി. അതുപോലെ ഇവിടെ എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ എനിക്കുണ്ടാവും. അത് തന്നെ കാണാനില്ല. നമ്മുടെ സ്കിൻ എപ്പോൾ നോക്കിയാലും ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു ഒരു ഒരു പ്രത്യേക ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തോ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോഴും എനിക്കത് ആക്ച്വലി ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 3 ടാബ്ലറ്റ്സും കൂടി ഇതിനകത്തുള്ളൂ. ഞാൻ ഇനിയിപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. കാരണം ഇത് തീരുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോഴേ അതിനെക്കുറിച്ച് തീരുമാനിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകുമോ എന്നുള്ളതിന് എനിക്കിപ്പം ഞാനൊരു 3 ടാബ്ലറ്റ്സ് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഇപ്പോൾ അത് നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളങ്ങ് ഡിമ്മായി പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ആ ഗ്ലോ പെട്ടെന്ന് അങ്ങ് പോകുമെന്ന് അറിയില്ല. അത് ഞാൻ പോകെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മളൊരു ചെറിയൊരു ഡ്രിങ്ക് കഴിക്കണ പോലെ നമ്മളിത് സപ്ലിമെൻറ്റ് പോലെ ഇൻടേക്ക് ചെയ്യുന്നു. നമ്മൾ എത്രയോ ഒരു ക്രീംസ് യൂസ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ എത്രയോ ഫേഷ്യൽസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് എനിക്കിത് തോന്നി. കാരണം ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഡാർക്ക് സ്പോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ പറയാൻ മറന്നുപോയ കാര്യമാണ്, അറിയാതെ വന്ന കേട്ടോ. ഈ ഡാർക്ക് സർക്കിൾസ് നല്ല പോലെ പോയിട്ടോ. എൻ്റെ കണ്ണൊക്കെ മറ്റേ ഉറക്കമൊക്കെ, ഞാൻ ഈ രാത്രിയൊക്കെ ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്യുന്നത്, അപ്പോൾ
ഫുള്ള് വന്നിട്ട് ഇങ്ങനെ കറുത്ത കളറിലായിരുന്നുകൊണ്ടിരുന്നത്. അതൊക്കെ നല്ലപോലെ മാറി കേട്ടോ. അതൊന്നും പെട്ടെന്ന് നമ്മളൊരു ക്രീം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ട് വന്ന ഒരു റിസൾട്ട് അല്ലത്. പെട്ടെന്ന് നമുക്ക് വന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു 5 days കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റി. ഒരു 5 days എടുത്തു എനിക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. പലർക്കും പല രീതിയിലായിരിക്കും. ഞാൻ വേറെ ഏതോ ഒരു വീഡിയോ ഒക്കെ കണ്ട സമയത്ത് അവർക്ക് പെട്ടെന്നൊരു ചേഞ്ച് വന്നു എന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് എന്തോ ഒരു 7 ദിവസം 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. പക്ഷേ എനിക്കൊരു ഞാൻ നോക്കി ഇരിക്കുന്നതുകൊണ്ട് കൈയുടെ ചേഞ്ചസ് വെച്ച് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് 5 ദിവസത്തിൽ തന്നെ എനിക്ക് ആ ചേഞ്ച് അറിയാൻ വേണ്ടി പറ്റി. ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് കൈയൊക്കെ പെട്ടെന്ന് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ പറഞ്ഞ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് നോക്കുക, കൈയിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ. ടാനൊക്കെ പെട്ടെന്ന് മാറും. പിഗ്മെൻറ്റേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബോഡിയിൽ ഫുൾ ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്പെഷ്യലി ഇത് വന്നിട്ട് എല്ലാ ആൾക്കാരും വാങ്ങിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ അവരുടെ വെബ്സൈറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പം എപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ടും കൂടെ കിട്ടിയാൽ നന്നായിരുന്നു എന്നുണ്ടെങ്കിൽ @cheek10 എന്നുള്ള കൂപ്പൺ കോഡ് ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം. പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചത്. ഞാനത് കുടിച്ച് കാണിച്ചില്ല. ഞാൻ അതും കൂടെ കുടിച്ച് കാണിക്കട്ടെ. ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഈ നമ്മുടെ തരിതരികൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് ആ സമയത്ത് ഇത് കുടിക്കാം. അതുപോലെ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ടേസ്റ്റ്. എനിക്ക് 3 ടാബ്ലറ്റ്സ് കണ്ടേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. സോ ഞാനത് കൂടുതൽ ഇതിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ്, അതായത് ഇത് പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതും കൂടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗ്ലൂട്ടോതയോണിനെ കുറിച്ചിട്ടാണ്. എനിക്കറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൂടി ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ. നമുക്കത് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ എപ്പോഴും വാങ്ങിക്കുന്നത്, എന്ത് പ്രൊഡക്റ്റ് എന്നുള്ള അവരുടെ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും അതിൽ നിന്നൊരു നല്ല പ്രൊഡക്റ്റുകൾ കിട്ടാനായിട്ട് ഒന്നാമത്തെ കാര്യം അത് നല്ലതാണ്. നല്ല പ്രൊഡക്റ്റ് ഒറിജിനൽ സാധനം നമുക്ക് കിട്ടും. ഓഫേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു അല്ലാത്തൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഒരു ക്രീം വാങ്ങിക്കുന്ന അങ്ങനത്തെ വാങ്ങിച്ചില്ലെങ്കിലും സപ്ലിമെൻറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. നല്ല സാധനം കിട്ടണമല്ലോ നമുക്ക്. അത് പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്ത് സപ്ലിമെൻ്റ് ആയാലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യണമെങ്കിൽ പോലും നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ വെബ്സൈറ്റ് ത്രൂ തന്നെ നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും അവരുടെ ഓഫേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ കൂപ്പൺ കോഡും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.